എങ്ങോട്ടാ ഓടിക്കേറി പോകുന്നത്? കയറാൻ ആർക്കും അനുവാദമില്ല. എനിക്ക് തമ്പുരാട്ടി ഒന്ന് കാണണം. തമ്പുരാട്ടി. എന്താ അവസാനിച്ചോ നിന്റെ മരുമകളെ? ഒരബദ്ധം പറ്റി തമ്പുരാട്ടി. ഞാൻ അവക്ക് കഴിക്കാൻ കൊടുത്ത പായസം അവൾ എന്റെ മോനും കൊടുത്തു. അവനത് കഴിച്ചു തമ്പുരാട്ടി. എന്റെ മോനെ രക്ഷിക്കാന്ന് തമ്പുരാട്ടി വാക്ക് പറഞ്ഞതല്ലേ. എന്റെ മോനെ രക്ഷിക്കണം. വൈദ്യരോട് പറഞ്ഞ് മറുമരുന്ന് എന്തെങ്കിലും വാങ്ങിത്തരൂ തമ്പുരാട്ടി. എനിക്കെന്റെ മോനെ രക്ഷിക്കണം. ഇത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടും നിന്റെ മോന പ്രസാദത്തിന്റെ പങ്ക് പറ്റിയെങ്കിൽ ദൈവശിക്ഷ അവന് കൂടി ഉള്ളതാണെന്ന് വ്യക്തമല്ലേ? ശിവലിംഗത്തിൽ അർച്ചന നടത്തിയപ്പോൾ അവനും കൂടി ഉണ്ടായിരുന്നല്ലോ. ആ പാപം അവനും കൂടി അനുഭവിക്കട്ടെ. അരുത് തമ്പുരാട്ടി, അങ്ങനെ പറയരുത്. എന്റെ മോൻ ഇല്ലാതായ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. എന്റെ ആവശ്യം നിന്റെ മരുമകൾ ഇല്ലാതാവുക എന്നതാണ്. അതിനിടയിൽ നിന്റെ മകനോ നീയോ മരിച്ചു പോയാൽ എനിക്കതിൽ ഒരു കുറ്റബോധവും ഇല്ല. ഇല്ല, ഇത് ചതിയാണ്. ഇത് ചതി തന്നെയാ. തമ്പുരാട്ടിയുടെ ചതി നാട്ടുകാരോട് മുഴുവൻ ഞാൻ പറയും. ഇപ്പൊ തന്നെ പറയും. പിടിച്ചു പോട്ടവളെ. തമ്പുരാട്ടി, തമ്പുരാട്ടി, ഞാൻ തമ്പുരാട്ടിയുടെ കാല് പിടിക്കാം. എന്റെ മോന്റെ ജീവൻ രക്ഷിക്കണം തമ്പുരാട്ടി. ഇനി നിന്റെ മകനെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും സാധിക്കില്ല. കൊണ്ടുപോയി പൂട്ടിയിടവളെ. കണ്ടോ, വിധിയെ മാറ്റിമറിക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല. അഴകിയും ശുഗനും പ്രാണൻ കളഞ്ഞ് പരസ്പരം സ്നേഹിക്കുന്നവരല്ലേ. മരണത്തിലും അവരൊന്നാവട്ടെ. ചത്തു തുലയട്ടെ രണ്ടെണ്ണവും. അഴകി, അമ്മയെ കാണുന്നില്ലല്ലോ. അഴകി, അഴകി. എനിക്ക് വയ്യ, ഒട്ടും വയ്യ. അമ്മയ്ക്ക് മരുന്ന് കിട്ടിക്കാണില്ല. അമ്മ വരില്ല. വരൂ അഴകി, അമ്മ വരും. അമ്മ വരും. നീ കിടന്നോ, ഞാൻ പോയി അമ്മയെ നോക്കിട്ട് വരാം. വേണ്ട, എന്റെ അടുത്തിരിക്കണം. എന്റെ കണ്ണടഞ്ഞു പോകുമ്പോ എനിക്ക് ഈ മുഖം കണ്ടുകൊണ്ട് പോണം. ഭഗവാനെ, എന്റെ ജീവൻ എടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു കൊടുക്കണേ. വേണ്ട, ഞാൻ നിന്നെ വിട്ട് പിരിയില്ല. ഒരിക്കലും പിരിയില്ല. എന്താ എന്താ ഉള്ളില് എന്തോ കലങ്ങി മറിയുന്ന പോലെ. നെഞ്ചിലെ ശ്വാസത്തിന് എന്തോ തടസ്സം. എനിക്കാവുന്നില്ല. അമ്മ വരുമെങ്കിൽ അതുവരെ പ്രാണൻ പിടിച്ച് കാത്തു നിൽക്കണം. ജീവിക്കണം നമുക്ക്.